ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഖത്തറിൽ നല്ലൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് നാട്ടിലുള്ള ഫ്രഷ് ഡ്രൈവർമാർ, നാട്ടിലെ ലൈസൻസ് ഉള്ള ഡ്രൈവേഴ്സിന് 24 വയസ്സ് മുതൽ 35 വയസ്സ് പ്രായപരിധിയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ജോബ് വേക്കൻസിയാണ്. അതും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സർക്കാരിൻ്റെ കീഴിലുള്ള ലൈസൻസൊക്കെ കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ, 10-30ഓളം ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബയോഡാറ്റ, സി വി എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിനെ മെൻഷൻ ചെയ്തിട്ട്, ഡ്രൈവിങ് ജോബാണെന്ന് മെൻഷൻ ചെയ്തിട്ട് സി വിയിൽ കൊടുക്കുക. ഓക്കെ, ആ സി വിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും, പിന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ, പിന്നെ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്. അത് നിർബന്ധം കേട്ടോ. 10ാം ക്ലാസ് പാസ്സായെന്ന് തെളിയണം, അത് നിർബന്ധമാണ്. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം സ്കാൻ ചെയ്ത് ഒരു PDF ആക്കിയിട്ട് അയക്കും. ഒറ്റൊരു PDF, 1, 2, 3 PDF നിങ്ങൾ അയക്കണ്ട. ഒറ്റൊരു PDFിലാക്കിയിട്ട് ഈ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ആദ്യം അയക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങളെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. നിങ്ങളൊരു വീഡിയോ സംസാരിക്കുക ഇംഗ്ലീഷിൽ. മൈ നെയിം ഈസ് നിഷാദ്, ഐ എം ഇൻട്രസ്റ്റഡ് ദ ഡ്രൈവിംഗ് ജോബ് ഫോർ ഖത്തർ ഡ്രൈവിംഗ് സ്കൂൾ. എന്നിട്ട് നിങ്ങളൊരു വീഡിയോ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക. ആ വീഡിയോയിൽ തന്നെ എന്താക്കുക, നിങ്ങൾ ഒരു വണ്ടി, ചെറിയൊരു കാറിൽ കയറുന്നതും കാറ് സ്റ്റാർട്ടാക്കുന്നത്, ഓടിക്കുന്നതെല്ലാമായിട്ട് ഒരു വീഡിയോ കാണിക്കുക. അതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ദൈർഘ്യമുള്ളത് മതി, കുറേയൊന്നും വേണ്ട. അതെല്ലാം എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ അയക്കുക. വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്താ പറയുക, എല്ലാവരുടെ സ്നേഹം മാത്രം, എല്ലാവർക്കും സൗഹൃദം അങ്ങും ഇന്നും ഭാര്യക്കോരി കൊടുക്കുന്നു. ഓക്കെ, വിശേഷങ്ങൾ വേണ്ട, ആവശ്യമുള്ള നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, ആ 2 ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അയച്ചു തന്നാൽ മതി. ഈ ഡോക്യുമെൻറ്റ്സ് കറക്റ്റാണെങ്കിൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നിങ്ങൾ CV മാത്രം അയച്ചിട്ട് പിന്നെ പാസ്പോർട്ടും അതുപോലെ തന്നെ വേറെ PDFിലാക്കി അയക്കുമ്പോൾ ശരിയാവില്ല. അതെല്ലാം ഒന്നിൽ ഉൾക്കൊള്ളിച്ചിട്ട് അയക്കണം. എല്ലാ ഡോക്യുമെൻറ്റ്സും ആ CV ഉള്ള ആ PDF ഫയലിൽ ബാക്കിയുള്ള പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് അയക്കുക. പിന്നെ അതിൻ്റെ തൊട്ട ബാക്കിലൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരും. ഈ 2 പ്രോസസ്സ് നിങ്ങൾ വൃത്തിയിൽ ചെയ്തു തരണം. എന്നാൽ മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റൂ. അപേക്ഷ കൊടുത്ത് നിങ്ങൾ സെലക്ഷൻ കിട്ടിയാൽ കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ എടുക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇതിൻ്റെ നമ്മളെ കൺസൾട്ടിങ് വരുന്നത് വെച്ചാൽ ചെന്നൈയിലാണ്, തിരുച്ചിയിൽ. അപ്പോൾ ഇൻ കേസ് വിളിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ടി വരും, ഒന്നാമത്തെ കാര്യം. പിന്നെ കമ്പനി മാക്സിമം ഞാൻ ഓൺലൈനിൽ തന്നെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം സൂം കോളിങ്ങിലോ അവരെന്തെങ്കിലും ലിങ്ക് അയച്ചു തന്നിട്ട് ഞാൻ തരാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം സെലക്ഷൻ കിട്ടിയാൽ നിങ്ങൾ മെഡിക്കൽ എടുക്കണം. ഓക്കെ, മെഡിക്കൽ എടുക്കണം. ആ മെഡിക്കൽ പാസ്സായാൽ പിന്നെ നിങ്ങളെ പാസ്പോർട്ട് കൊറിയർ അഡ്രസ്സിൽ അയച്ചു തരണം. ഒരു അഡ്രസ്സ് തന്നാൽ ആ അഡ്രസ്സിൽ നിങ്ങൾ കൊറിയർ അയക്കുക. പിന്നെ ഈ വിസക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 1,10,000 റുപ്യ. ഇതിന് വരുന്ന ചിലവ് 1,10,000 റുപ്യ. സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ജോലിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യം കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ഓക്കെ, 2000 ഖത്തർ റിയാൽ ശമ്പളമുണ്ട്. ഓക്കെ, റൂമുണ്ട്, ഫുഡ് അലവൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ജോബിന് താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ എനിക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാം. ഓക്കെ, വാട്സാപ്പിൽ ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നിട്ട് തന്നാൽ മാത്രം മതി. കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ അതിൽ ചോദിക്കല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഓരോരാൾക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുമ്പോൾ ഡിപ്രഷൻ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്ന അവസ്ഥ. ഓക്കെ, ഞാൻ ജെനുവിനായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ആരെയും ഇതാക്കലും പിടിക്കലൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്.
ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾ പണി നോക്കുന്ന ജെന്യുവനായിട്ട് പണി നോക്കാനും പണിയെടുക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ധൈര്യത്തിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഓക്കെ, അസ്സലാമു അലൈക്കും.